നമ്മൾ മിസ്സിങ് എന്ന് പറയുന്ന നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഒരു കോൾ വന്നിട്ടില്ല. നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് അത്. അവർ സേഫ് ആണെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അത് ആക്ച്വലി കോൾ നമുക്ക് വന്നിരിക്കുന്നതെല്ലാം നാട്ടിൽ നിന്നാണ്. ഫാമിലിയും ഫ്രണ്ട്സുമാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഹെൽപ്പ് ഡെസ്കിലേക്ക് ഈ വിളിക്കുന്നവരിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ ഈ 53 അല്ലെങ്കിൽ 54 എന്നുള്ള എണ്ണത്തിലേക്ക് എത്തുന്നത്. ഇത് രാജ്യത്തിന് പുറത്തുള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തീർച്ചയായിട്ടും മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും എംബസിയുമാണത് ചെയ്യുന്നത്. നേപ്പാളിലെ ദുരന്തത്തിൽ 54 മലയാളികൾ അകപ്പെട്ട് കിടക്കുന്നു എന്ന വിവരമാണ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. നോർക്ക റൂട്ട്സിൻ്റെ CEO രാജേഷ് മാധവനാണ് നമുക്കൊപ്പം ഉള്ളത്. ഈ 54 പേരും സേഫാണ് എന്ന് തന്നെയല്ലേ നമ്മൾ വിചാരിക്കുന്നത്? അതെ, പ്രാഥമികമായിട്ടുള്ള നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ വെച്ച് നമുക്ക് അത് ഒന്ന് നോക്കുന്ന സമയത്ത് നമുക്കൊരു ഇഷ്യൂ ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഈ കോൾസ് വന്നതിന് ശേഷം ഇന്ന് രാവിലെ 3 മണി വരെയുള്ള സമയത്തെ കോൾസാണ് നമ്മൾ മാനേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ആകെ വന്ന് ഇന്ന് വൈകിട്ടത്തെ കോളാണ്. ഇന്ന് വൈകിട്ട് വന്ന കോള് ഒരു ട്രെക്കിംഗ് പ്ലാൻ ചെയ്ത് നേപ്പാളിൽ ചെന്ന് അവിടുത്തെ ലോക്കൽ ഗ്രൂപ്പിൻ്റെ കൂടെ ട്രെക്കിങ്ങിന് പോയതായിട്ടാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഫാമിലിയായിട്ട് സംസാരിച്ചിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രെക്കിങ്ങിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് പരിശോധിക്കുമ്പോൾ അതേ ഒരു സേഫായിട്ടുള്ള ലൊക്കേഷനിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ കണക്ടിവിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഫാമിലിയെ കോൺടാക്ട് ചെയ്തുകൊണ്ടാണ് ആ ഡിസ്ട്രസ് കോൾ വന്നതെന്നാണ്. ഇങ്ങോട്ട് വന്ന കോള് നമുക്ക് തിരിച്ചു വിളിക്കാൻ പറ്റുന്നുണ്ടോ? അത് ആക്ച്വലി കോൾ നമുക്ക് വന്നിരിക്കുന്നതെല്ലാം നാട്ടിൽ നിന്നാണ്. ഫാമിലിയും ഫ്രണ്ട്സുമാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഹെൽപ്പ് ഡെസ്കിലേക്ക് ഈ വിളിക്കുന്നവരിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ ഈ 53 അല്ലെങ്കിൽ 54 എന്നുള്ള എണ്ണത്തിലേക്ക് എത്തുന്നത്. അതല്ലാതെ ഈ നേപ്പാളിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ല? ഇല്ല, അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാര്യം വെച്ചാൽ സേഫായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള വിളികൾ മാത്രമേ ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഈ പ്രശ്നബാധിത മേഖലകളിലോ അല്ലെങ്കിൽ അതുമായിട്ട് ആ ചുറ്റുവട്ടത്തുള്ള മേഖലകളിൽ നിന്ന് നമ്മൾ മിസ്സിങ് എന്ന് പറയുന്ന നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഒരു കോൾ വന്നിട്ടില്ല. നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് അത്. അവർ സേഫ് ആണെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ അവർക്ക് കോൺടാക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവർക്ക് മൊബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്, ലൈക്ക് വാഹനങ്ങളില്ല, റോഡില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഫാമിലിയിലേക്കോ അല്ലെങ്കിൽ നമ്മളിലേക്കോ കോൾ വരാത്തത്. അപ്പോൾ ഈ വിദേശകാര്യ മന്ത്രാലയമായിരിക്കും ഇവരെ ഡൽഹിയിൽ വരെ എത്തിക്കേണ്ടത്, അവരായിരിക്കും. അത് കഴിഞ്ഞാലല്ലേ നമ്മുടെ റോൾ വരിക? അതെ, തീർച്ചയായിട്ടും. കാര്യം ഇത് രാജ്യത്തിന് പുറത്തുള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തീർച്ചയായിട്ടും മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും എംബസിയുമാണത് ചെയ്യുന്നത്. പക്ഷേ നമ്മളുടെ കേരളത്തിൻ്റെ റെസിഡൻറ്റ് കമ്മീഷണറുണ്ട്, സാറ് ഡൽഹിയിൽ ആ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ നോർക്കൻ ഡെവലപ്മെൻറ്റ് ഓഫീസറും ആ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. റെസിഡൻറ്റ് കമ്മീഷണർ സാറിൻ്റെ ഭാഗത്തു നിന്ന് ഈ MEയിലേക്കുള്ള ഡയറക്റ്റ് കോൺടാക്ട്സ് ഉണ്ട്. സോ ആ രീതിയിലുള്ള അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ച് അവിടെ സ്റ്റാൻഡേർഡായിട്ടുള്ള ആൾക്കാരിലെത്തി അവരെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നമുക്ക് MEയിൽ നിന്ന് റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് മാത്രമേ നമുക്ക് ആധികാരികമായിട്ടൊരു കാര്യം പുറത്ത് പറയാനായിട്ട് പറ്റുള്ളൂ. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ 54 പേരുടെയും ഡീറ്റെയിൽസ് നമുക്കറിയാം, ബന്ധുക്കളാണ് വിളിച്ചതെന്നതുകൊണ്ട്. അതെ, ബന്ധുക്കളാണ് വിളിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിനകത്ത് ഒരു ബുദ്ധിമുട്ടുള്ളത് നമ്മളെല്ലാവരോടും ഒരു അഭ്യർത്ഥനയായിട്ട് തന്നെ എടുക്കാം. പലരും നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് ഈ 17 കോൾസ് നമുക്ക് വന്നു, നമ്മൾ ഈ ഗ്രൂപ്പുകളെയും ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്തെങ്കിലും മൈന്യൂട്ട് ഡീറ്റെയിൽസിന് ഫർദർ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ ചില നമ്പേഴ്സെങ്കിലും വീണ്ടും റെസ്പോണ്ട് ചെയ്യുന്നില്ല, റിങ് ചെയ്യുന്നുണ്ട്, കോൾ എടുക്കുന്നില്ല അല്ലെങ്കിൽ തിരിച്ച് വിളിക്കുന്നില്ല, അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. പിന്നെ ഉള്ളത്, നമ്മളെ വിളിച്ച ആൾക്കാർ ചിലപ്പോൾ ഡയറക്റ്റ് ഫാമിലി മെമ്പേഴ്സ് അല്ലാത്തവരുണ്ട്. സോ അവരെ സംബന്ധിച്ച് നമ്മൾ ആവശ്യപ്പെടുന്ന ഡീറ്റെയിൽസ് റെഡിലി അവൈലബിൾ അല്ല. ആ കാര്യങ്ങളും കൂടെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ക്രിയാത്മകമായിട്ട് ഈ കാര്യത്തിൽ ഇടപെടാൻ കഴിയും. സോ അതുകൊണ്ട് ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഹെൽപ്പ് ഡെസ്കിൽ ഓൾറെഡി കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും കോൺടാക്ട് ചെയ്യണം. അവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ, എത്രത്തോളം വിവരങ്ങൾ, മൈന്യൂട്ട് ഡീറ്റെയിൽസ്, ആധാർ നമ്പറോ പാസ്പോർട്ട് നമ്പർ, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, ജെൻഡർ, ഇതുപോലുള്ള വിവരങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് MEയുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ഇത് ചെയ്യാൻ കഴിയും. അതായത് 54 പേര് ദുരന്തത്തിൽ അകപ്പെട്ട് കിടക്കുന്നു എന്നതാണ് സംസ്ഥാന സർക്കാരിനുള്ള വിവരം. പക്ഷേ അതിൽ പാനിക്കാവേണ്ട കാര്യമില്ല, എല്ലാവരും സേഫായിരിക്കും എന്നതാണ് നോർക്കയ്ക്കും സംസ്ഥാന സർക്കാരിനുമൊക്കെ കിട്ടുന്ന ഒരു വിവരം. അതനുസരിച്ച് വിദേശകാര്യ മന്ത്രാലയമാണ് അവരെ ഡൽഹി വരെ എത്തിക്കേണ്ടത്. അതിനുശേഷം രാജ്യത്ത് എവിടെയെങ്കിലും അവരെത്തിക്കഴിഞ്ഞാൽ അവരെ സംസ്ഥാനത്തേക്ക് വീട്ടുകളിലേക്ക് കൊണ്ടുവരുന്ന ഉത്തരവാദിത്തത്തിലേക്ക് നോർക്ക റൂട്ട്സ് കടക്കുകയും ചെയ്യും. ഇന്നലെ രാത്രി വരെയുള്ള കണക്കനുസരിച്ചാണ് 18 കോളാണ് വന്നത്. 54 പേര് ഇതിന് ഇടയിൽ പെട്ടുകിടക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ഉള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദുവിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.